മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീമതി പി ഗീത, ശ്രീ ഉദയഭാനുവിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കുമോ? ഒരു കത്തെഴുതി പോലീസിന് നൽകിയാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ പെൺകുട്ടി 10 വർഷം തടവിലേക്ക് വരെ എത്താവുന്ന ഒരു കുറ്റകൃത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് നിയമജ്ഞരിൽ നിന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വാദമാണ്. കാരണം നിയമം യുക്തിയാണ് എന്നുള്ളതും അനുഭവം വികാരമാണ് എന്നുള്ളതും ആയിട്ട് രണ്ട് ദ്വന്ദ്ങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് എപ്പോഴും നിയമജ്ഞർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ സംസാരിക്കട്ടെ. കാരണം സമൂഹത്തിന് ഇത് രണ്ടും ആവശ്യമുള്ളതുകൊണ്ട് രണ്ട് തലത്തിലും സംസാരവും സംവാദവും ഒക്കെ നടക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതൊരു അഡ്വക്കേറ്റും തിരുത്തേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ജിഷയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയേറെ പരാതികളാണ് ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളത്. ആ പരാതികൾ എവിടെയെങ്കിലും രേഖപ്പെട്ടിട്ടുണ്ടോ? ആ പരാതികളെ അന്ന് പോലീസ് പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഒരു മിനിമം നീതിയെങ്കിലും ലഭിക്കുകയും ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നില്ലേ? ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരാൾ കുറ്റപത്രത്തിൽ എന്ത് പാളിച്ചയോ ഉണ്ടാവട്ടെ, ഒരാളെ കൊല്ലണമെന്നല്ല പറയുന്നതും വധശിക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള വാദവുമല്ല. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള തവണകളിൽ സ്ത്രീകൾ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിയമത്തിന് മുമ്പിൽ. അതിന് പല സാങ്കേതികവും യുക്തിഭദ്രവുമായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടായിരിക്കാം, പല പല പഴുതുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഞാൻ പറയട്ടെ, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരൊറ്റ സ്ത്രീപീഡന കേസുകളിലെങ്കിലും ഒരു പ്രതിയും മാതൃകാപരമായിട്ട്, അതായത് അയാൾ ചെയ്ത ശിക്ഷയ്ക്ക് ആനുപാതികമായിട്ടുള്ള, അയാൾ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായിട്ട് ശിക്ഷിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സംഗതിയിലാണ് ഈ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 23 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടി ഒരുപക്ഷെ അതിനെ വളരെ ചരിത്രപരമായിട്ട് അപഗ്രഥിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത്തരമൊരു ഏറിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാതികളൊക്കെ നിഷ്ഫലമായിട്ട് പോവുകയും വീണ്ടും വീണ്ടും ഒരേ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അരക്ഷിതമായി തീരുന്നുണ്ട്. ഒരുപക്ഷെ ഈ അരക്ഷിതത്വം എന്നുള്ളതിനെ പോലും രണ്ട് നിലയ്ക്ക് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. യുക്തിഭദ്രമായിട്ടും വ്യാഖ്യാനിക്കാൻ പറ്റും, വൈകാരികമായിട്ടും വ്യാഖ്യാനിക്കാൻ പറ്റും. മനുഷ്യർക്ക് ജീവിക്കാൻ ഇത് രണ്ടും ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം മനുഷ്യരിവിടെ പുലർന്നു പോരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, നിയമം എന്നുള്ളത് നീതിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു ടൂളാണ്, അല്ലാതെ നിയമം നിയമത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല. ഒരാൾക്കുള്ള നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിയമം. ആ ആൾക്കുള്ള നീതി ഉറപ്പാക്കുന്നതിൽ നിങ്ങൾ എവിടെയാണ് പഴുതുകൾ കണ്ടെത്തുന്നത്? ഇവിടെ പോലീസിനൊരു കത്തയച്ചാൽ കിട്ടുമെന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കത്തയച്ചിട്ട് 1.5 മാസമായിട്ട് പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, RTIക്ക് പോലും മറുപടി തരാത്ത പോലീസ് സ്റ്റേഷനുകളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇത്തരം പീഡന കേസുകളിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, ഇത്ര ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുള്ള എന്നെ പോലെ ഒരാൾക്ക് പോലും അതാണ് ഇവിടെയുള്ള അനുഭവമെങ്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടി ആയുധമൊന്ന് കയ്യിലെടുത്തു എന്ന് വെച്ചിട്ട് 10 വർഷം ഇവളെ തടവിലിടണം എന്ന് ജിഷയും നിയമ വിദ്യാർത്ഥിനിയായിരുന്നു. തലേണിക്കടിയിൽ വെട്ടുകത്തി വെച്ചിട്ടാണ് അവർ ഉറങ്ങിയിരുന്നത്. പക്ഷേ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് നഷ്ടമായത് അവളുടെ ജീവനാണ്. കാരണം നിയമത്തിന്റെ സാങ്കേതികതകൾ ചിലപ്പോൾ നിഷ്ഫലമായി പോവും, നിങ്ങളുടെ യുക്തികൾ ചിലപ്പോൾ നിഷ്ഫലമായി പോവും. അത്തരം ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ പി ഉദയഭാനു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതിവൈകാരികത ഈ വിഷയത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ വൈകാരികത ജയിക്കുകയാണോ എന്ന സംശയം വരുന്നുണ്ട്. ഇത് നേരത്തെ ഉയർന്ന വാർത്തകളല്ല ഇപ്പോൾ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് പെൺകുട്ടി കത്തി നേരത്തെ കരുതിയിരുന്നു, ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കണം, ഈ നടപടിയിലേക്ക് തന്നെ കടക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പെൺകുട്ടി ഇരുന്നിരുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്ന പ്രകാരം പെൺകുട്ടിയെ ഇയാൾ തന്നെ ആയുധവുമായി ആക്രമിക്കാൻ വരികയും വലിച്ചിഴച്ച് ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പെൺകുട്ടി ഇയാളിൽ നിന്ന് ആയുധം വലിച്ചെടുത്തുകൊണ്ട് തിരിച്ചാക്രമിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്ന വാദങ്ങൾ നിലനിൽക്കില്ല. അത് പെൺകുട്ടിയുടെ രക്ഷയ്ക്കായി കാര്യങ്ങൾ മാറ്റി എഴുതിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി അത് സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടി വരും. ശ്രീ ഉദയഭാനു,
ശ്രീമതി സ്മൃതി, ഇന്ന് ആദ്യമായി ഈ വിഷയം ഞാൻ അറിയുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷം സ്മൃതി എന്നോട് പറയുമ്പോഴാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പിന്നീട് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നവരെ ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ലാത്ത കേസിന്റെ കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് രഹസ്യമൊഴിയുടെ കാര്യമൊക്കെ ഇപ്പോൾ പറയുന്നു. ഒരു കേസിൻ്റെ വസ്തുത പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ അതിലൊരു അഭിപ്രായം നിയമരംഗത്തു നിന്നുള്ള ആളുകൾ പറയരുതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ശീലിച്ചിട്ടുള്ളതും. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഈ പെൺകുട്ടി ആത്മരക്ഷാവാദം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു വാദത്തിനാണ് ഈ പീഡനത്തിനിരയായ സമയത്ത് മറ്റേയാളെ ആക്രമിക്കുകയും അയാളുടെ ശാരീരിക ഭംഗം വരുത്തുകയും ചെയ്തത് എന്നതാണ് വസ്തുതയെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിയമപരമായി രക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിഫൻസ് ഇല്ല, ഒരു രക്ഷയ്ക്ക് ഉള്ള യാതൊരു മാർഗങ്ങളുമില്ല. അതേസമയം ഇപ്പോൾ പോകുന്ന ഫ്ലാഷിൽ താങ്കൾക്ക് വായിക്കാം, പെൺകുട്ടിക്കെതിരെ പ്രത്യേക കേസ് എടുത്തിട്ടില്ല. ഈ മുറിവേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റമുണ്ട്, പോക്സോ നിയമപ്രകാരം കേസുണ്ട്. അതിനോട് ചേർത്ത് അന്വേഷിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് എങ്ങനെ മുറിവ് പറ്റി എന്നത് അന്വേഷിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പെൺകുട്ടിക്കെതിരെ പ്രത്യേകം കേസില്ല. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ലേഖകർ കിട്ടുന്ന ചില ഊഹത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും. വസ്തുതാപരമായി നേരത്തെ പറഞ്ഞതാണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മരക്ഷാവാദം എന്ന നിലയിലാണ് ആ പെൺകുട്ടി ഇത് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി നിയമപരമായിട്ട് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. ഇതിൻ്റെ നിയമവശം മാത്രമാണ്. ഇതിൻ്റെ വൈകാരിക തലത്തിൽ നേരത്തെ ഡോക്ടർമാരെ ചെരുപ്പുമാരെ അണിയിച്ചപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുദ്ധം നടത്തുന്ന രീതിയിൽ ഒരു സമരത്തിൽ എപ്രകാരം സ്വീകാര്യത ലഭിച്ചുവോ അതേ സ്വീകാര്യത തന്നെ ഒരുപക്ഷെ ഈ സംഭവങ്ങൾക്കെല്ലാം കിട്ടും. ഇത് ഇന്ന് മുഴുവനും ഈ രാത്രിയും നാളെ ഒരുപക്ഷെ പകലും വൈകാരികമായി മാത്രം കൊണ്ടാടപ്പെടും. മറ്റന്നാൾ ഈ പെൺകുട്ടി നിയമപരമായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് അന്ന് ഒരു പക്ഷേ മറ്റാരും പിൻബലക്കില്ലാത്തൊരവസ്ഥ വരുന്നത്. ഇവിടെ ഇത് ജനറലൈസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല. എല്ലാ സന്യാസിമാരും കുഴപ്പക്കാർ, അല്ലെങ്കിൽ എല്ലാ ഈ ലോഹ അല്ലെങ്കിൽ മുക്രിമാർ ഇവരെല്ലാം കുഴപ്പക്കാരെന്നുള്ളതല്ല, അല്ലെങ്കിൽ പുരുഷന്മാർ മുഴുവനും ഇങ്ങനെ ഉള്ള അവരുടെ പ്രതിനിധികളാണ് എന്ന് ഗോവിന്ദസ്വാമി എന്ന നിലയ്ക്കല്ല. ഇവിടെ ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാകുന്നുണ്ട് കാലാകാലങ്ങളിൽ. ആ കാലാകാലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്ന സംവിധാനമുണ്ട്. അതിനെ വ്യവസ്ഥാപിതമായ നിയമ സംവിധാനത്തിലൂടെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത സാമൂഹ്യ രംഗത്തുള്ളവർക്കുണ്ട്, രാഷ്ട്രീയ രംഗത്തുള്ളവർക്കുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, പത്ര രംഗത്തുള്ള പറയുന്നത് പോലെ വലിയൊരു ആപത്ത് ഈ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടോ? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആണിന് അഹന്തക്കേറ്റ ഒരടി എന്ന നിലയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം. അന്ധവിശ്വാസത്തിനെതിരായ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യണം എന്നുള്ളത്, അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഈ പെൺകുട്ടിയെ ഇനി വലിയൊരു ആപത്താണോ കാത്തിരിക്കുന്നത്? നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു, എല്ലാവരും പിന്തുണ അറിയിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള വഴികളിൽ അവൾ ഒറ്റയ്ക്കാകും. അങ്ങനെയല്ല സ്മൃതി. എനിക്ക് തോന്നുന്നത് ദേവാനു സാറിനെ പോലെ ഉള്ള ആളുകൾ നിയമം എന്ന് പറയുന്നതിനുള്ളിൽ നിന്ന് ആണ് സംസാരിക്കുന്നത്. അവരങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് ഗീത ടീച്ചർ പറഞ്ഞ പോലെ അവരങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഈ നിമിഷം ഈ ദിവസം സംഭവിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടി വളരെ ധീരമായി അവൾ പ്രതിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധം തന്നെയാണ്. ജിഷ അവളുടെ മരണം കൊണ്ടാണ് പ്രതിരോധിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ജിഷയുടെ മരണം അവളുടെ പ്രതിരോധം തന്നെയായിരുന്നു. സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജിഷയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഇപ്പൊ നിയമത്തിൽ ഊന്നി തന്നെ ജീവിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം 5 ദിവസം എങ്ങനെയാണ് ഈ പോലീസ് അവരോട് പെരുമാറിയത്? എവിടെയാണ് ഈ പോലീസിനെ വിശ്വസിക്കാൻ ഇവിടെ സ്ത്രീകൾക്ക് പറ്റുന്നത്? നമ്മൾ ഈ നിമിഷം എടുക്കുക, ഈ പെൺകുട്ടിയുടെ പർട്ടിക്കുലറായിട്ട് ഈ പെൺകുട്ടിയുടെ മാത്രം കേസ് എടുക്കുക. ഈ കുട്ടി +1 മുതൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവൾക്ക് ചെന്നു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇടമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എവിടെയാണ് ചെന്നു പറയാൻ നീതി ലഭിക്കുന്ന ഒരു ഇടം എവിടെയാണ് കേരളത്തിലുള്ളത്, ഒരു സ്ത്രീക്കുള്ളത്? ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം കൊല്ലങ്കോടാണ്. കഴിഞ്ഞ ദിവസം കൊല്ലങ്കോട് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ 6 വയസ്സുള്ള ഒരു പെൺകുട്ടി, 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നാട്ടുകാർ 6ലേറെ തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. പക്ഷെ പോലീസ് കേസെടുത്തില്ല. ആ പെൺകുട്ടിയെ, കുഞ്ഞു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പുരുഷ പോലീസുകാർ വന്ന് നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു.
തെറിവാക്കുകൾ ഉപയോഗിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ കേരളത്തിലുള്ള അവസ്ഥ. ഇവിടെ എവിടെയാണ് പെൺകുട്ടികൾ ചെന്നിട്ട്, സ്ത്രീകൾ ചെന്നിട്ട് ഞങ്ങൾക്ക് നീതി വേണമെന്ന് ഭയമില്ലാതെ പറയാൻ എവിടെയാണ് ചെന്ന് ഒരുപക്ഷെ ഈ പെൺകുട്ടി പോലീസിലേക്ക് നേരെ പോയിട്ടില്ലായിരിക്കാം. +1 പഠിക്കുന്ന സമയത്ത് ആദ്യ അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഈ പെൺകുട്ടി അമ്മയോട് പറഞ്ഞിരിക്കാം, അമ്മയും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വേറെ ആരുടെങ്കിലും പറഞ്ഞിരിക്കാം. അവിടുന്ന് ഒന്നും ഒരു സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലായിരിക്കും അവൾ തനിയെ തനിക്ക് നീതി നടപ്പാക്കുക എന്നൊരു നിലയിലേക്ക് കടന്നിട്ടുണ്ടാവുക. അത് അത്തരം നീതി നടപ്പിലാക്കുക എന്നുള്ളതല്ല, നീതി നടപ്പിലാക്കുക എന്നുള്ള പ്രയോഗമല്ല എനിക്ക് തോന്നുന്നു. അവൾ പ്രതിരോധിക്കുക തന്നെയാണ് ചെയ്തത്. അവളുടെ ജീവന്റെ മുകളിൽ അവൾ നടത്തിയ പ്രതിരോധം തന്നെയാണത്. ആ പ്രതിരോധത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രതിരോധം ഇന്നുണ്ടാക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, ഞാൻ 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന സിനിമ ആദ്യ ഷോ കാണുകയാണ് ഒരു 10 മണിക്ക്. ആ സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിൽ ഈ പറയുന്ന ഫഹദ് അഭിനയിച്ച ക്യാരക്ടറിന്റെ ലിംഗം ഛേദിക്കുന്ന നിമിഷം ഞാൻ കണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഒരു പുരുഷൻ തലകറങ്ങി വീണു. അവന് ഏറ്റവും ഒരു ഷോക്ക് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു വലിയ ഷോക്ക് എന്നുള്ളത്, ഒരു താക്കീതിന്റെ വലിയ ഷോക്ക്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് സ്മൃതി പ്രതിനിധീകരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന സ്വത്വത്തിനുള്ളിൽ നിന്ന് സ്മൃതി തന്നെ പറഞ്ഞു, വളരെ അഭിമാനകരമായ ഒരു നിമിഷം, അല്ലെങ്കിൽ വളരെ ഈ താക്കീത് ഞാനിപ്പോ എനിക്ക് പരിചയമുള്ള സ്ത്രീകളോട് ഞാൻ ഇന്ന് സംസാരിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവർക്ക് കുറെ കൂടി ധീരത ഉണ്ടായിരിക്കുന്നു. അവർ പറയുന്നു അവർക്ക് ധീരമായി ഇവിടെ ജീവിക്കണ്ടേ. ഒരു ഇരുട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമ്മൾ എന്താണ് ഈ കുട്ടി ഇവരോട് പറയുന്നത്? കൊച്ചി പോലെയുള്ള ഒരു നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ 8 മണിക്ക് ശേഷം ആരെയും കാണരുത് എന്ന് പോലീസുകാർ ശടിക്കുന്നു, സ്ത്രീകളെ കാണരുതെന്ന് ശടിക്കുന്നു. ഇങ്ങനെയാണോ കുറ്റമില്ലാതാക്കുക? രാത്രിയായാൽ സ്ത്രീകൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാതിരുന്നാണോ കുറ്റമില്ലാതാക്കേണ്ടത്? ഈ പത്മനാശ്രമത്തിലേക്ക് സ്ത്രീകൾ ചെല്ലാതിരുന്നാണോ? പള്ളിയിലേക്ക് ചെല്ലാതിരുന്നാണോ? ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാതിരുന്നാണോ ആക്രമണങ്ങളെ ഇല്ലാതാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വാദം, കേരളത്തിലെ സ്ത്രീകൾ നമ്മളെടുക്കുക ഓരോ നിമിഷവും കുഞ്ഞുകുട്ടി ഒരു നടിയുടെ കാര്യം നമ്മളുടെ മുന്നിൽ വന്നു. തൊട്ടു മുൻപ് ഒരു നടി എന്ന് പറയുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കാര്യത്തിൽ എന്താണ് കേരളത്തിൽ നീതി നടപ്പിലായോ? ഈ നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കൂ. നീതി നടപ്പിലായിട്ടില്ല. ജിഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കൊല്ലംകോട്ടെ 6 വയസ്സുകാരിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോഴുള്ള ഈ പെൺകുട്ടിയുടെ കാര്യത്തിലടക്കം നീതി എവിടെയാണ് സ്ത്രീകൾക്ക് നടപ്പിലാകുന്നത്? അവർ ഏത് നിമിഷവും പ്രായത്തിനപ്പുറം, ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളും ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും ഏത് നിമിഷവും റേപ്പിനെയാണ് ഭയപ്പെടുന്നത്. റേപ്പിനെ പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രതിരോധം ഒരു മാതൃകയായി ഒരു തുടർച്ച ഇതിനുണ്ടാകുമോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.